നമസ്കാരം. വിശ്വനാഥൻ ആൻഡ് സൺസ് കണ്ടിട്ടിരിക്കുകയാണ്. കുറേ കാലത്തിന് ശേഷം സൂര്യ ഒരു മനുഷ്യനായിട്ട് ഒരു സിനിമയിൽ കഥാപാത്രമായിട്ട് വരുന്നത് കണ്ടു. മനുഷ്യനാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് വിശദാംശം നമുക്ക് പറയാം. എന്നാലും സൂര്യ ഉണ്ടാക്കിയ ഒരു തുടക്കത്തിലൊക്കെ ഉണ്ടാക്കിയൊരു വൈകാരിക അവസ്ഥ ഉണ്ടല്ലോ സിനിമയിൽ. ഇപ്പം എൻ്റെയൊക്കെ പ്രീ ഡിഗ്രി കാലത്തെല്ലാം ഇങ്ങനെ സൂര്യ അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വളർച്ച, സൂര്യ, അജിത്ത്, വിജയ്, അവിടെയൊക്കെ സൂര്യനെ വല്ലാത്തൊരു ഇഷ്ടം തോന്നിയ ആളുകളുണ്ടാവും. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. പക്ഷെ മൂപ്പര് ഒരു ഘട്ടം കഴിഞ്ഞപ്പം, ഈ വളർച്ചയുടെ ഒരു പീക്ക് കഴിഞ്ഞപ്പം മൂപ്പര് നല്ല സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്ക്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പം മനുഷ്യന്മാരല്ലാത്ത കഥാപാത്രങ്ങളെ വല്ലാതെ അങ്ങ് കയറ്റി അതീന്ദ്രിയ ശക്തിയും അതീത മനുഷ്യനും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും. സാധാരണ കഥ തന്നെയായിരിക്കും. ഇപ്പോൾ കറുപ്പിൽ പോലും അവസാനം വന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ആ ഇന്ദ്രൻസൊക്കെയുള്ള ആ പോർഷൻ. ഇനി ആ കോടതിയുടെ സാഹചര്യം മനുഷ്യൻ്റെ കഥകളാണ് പറയുന്നത്. പക്ഷെ അതിലും കുത്തിക്കയറ്റി മറ്റേ ദൈവത്തെയും ശൂലും ഒക്കെ കുത്തിക്കയറ്റി വല്ലാത്തൊരു നിലയിലേക്ക് അതിമാനുഷ്യനാവാനുള്ള ശ്രമം കാണാം. ഇവിടെ അതിൽ നിന്നൊക്കെ മാറി മൂപ്പരൊരു ട്രാക്കിലേക്ക് പോവുകയാണോ എന്ന് തോന്നുന്നൊരു സിനിമ, അതാണ് വിശ്വനാഥൻ ആൻഡ് സൺസ്. സിനിമ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റായിട്ട് ഒരു എൻ്റർടൈനർ എന്നുള്ള നിലക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഒരുപാട് വിശകലനം ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് ആഴത്തിലേക്ക് പോകാനോ ഒന്നുമില്ലാത്തൊരു സിനിമയാണ്. പക്ഷേ ഒരു ശരാശരി കണ്ട് ഇരിക്കാവുന്ന ഒരു സിനിമയാണ്. അത് എന്തുകൊണ്ടാണെന്ന്, അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. സൂര്യയുടെ പെർഫോമൻസ് തന്നെയാണ്. മൂപ്പര് ഗംഭീര നടനാണ്, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല, അമ്മാതിരി നടൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് പറ്റിയ ഒരു കഥാപാത്രം, സിനിമ ഒക്കെയാണ്. വെങ്കി അറ്റ്ലൂരിയാണ് സിനിമ എടുത്തിരിക്കുന്നത്. ഇത് ആ അർത്ഥത്തിൽ നേരത്തെ നമ്മൾ പരാമർശിച്ചതുപോലുള്ള സൂര്യ സിനിമ അല്ല എന്ന് മാത്രമല്ല, ഇതൊരു വെങ്കി അറ്റ്ലൂരി സിനിമയാണ്. ലക്കി ഭാസ്കർ അടുത്ത കാലത്താണല്ലോ നമ്മൾ കണ്ടത്. ഇതിലൊരു തെലുങ്ക് ജീവിത സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴിൽ വെച്ച് നടക്കുന്ന ഒരു കഥ, ഒരു ഹൈ അപ്പർ ക്ലാസ് കഥയാണ് സിനിമ പറയുന്നത്. നമ്മൾ ഈ ഫാസിലിൻ്റെ സിനിമയിലൊക്കെ പണ്ട് നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും, എല്ലാം ഒരു മിഡിലും അല്ല, ഒരു അപ്പർ ക്ലാസ് ലൈഫാണ് 90% സിനിമകളിൽ പറയാം. അപ്പോൾ അവിടുത്തെ വൈകാരികത, മാനുഷിക പ്രശ്നങ്ങൾ, രോഗം, അല്ലെങ്കിൽ അങ്ങനെ പലവിധ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെയുള്ള, വേറെ അവർക്ക് അടിസ്ഥാന മനുഷ്യൻ്റെ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അമ്മാതിരി ഒരു സാഹചര്യം, അതിൻ്റെ ഒരു ഏറ്റവും പീക്കിലുള്ള ഒരു സാമ്പത്തിക അവസ്ഥ, വലിയ കോടീശ്വരൻ ഒക്കെയുള്ളൊരു കഥയാണ്. സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒന്ന്, അതായത് ഈ ക്ലീഷേ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സാധാരണ സിനിമ, പ്രത്യേകിച്ചും ഇത്തരം സിനിമകളിലൊക്കെ ഉണ്ടാവും. എൻ്റർടൈനർ എന്നുള്ളതിൽ നമ്മൾ ആസ്വദിക്കുമ്പോൾ തന്നെ അത് ആ മട്ടിലേക്ക് ഇറങ്ങി നിന്നിട്ട് വേണം ആസ്വദിക്കാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ കാണും, സോഷ്യൽ മീഡിയയിൽ കുക്കു ടി വി എന്നെല്ലാം പറഞ്ഞിട്ട് ചില പേജുകൾ എല്ലാ ഭാഷയിലും മാറി മാറി ലാംഗ്വേജിൽ ഇങ്ങനെ കഥ അവതരിപ്പിക്കുന്നുണ്ടാവും. സീരിയലും അല്ല, അതിൻ്റെയും വേറൊരു തരത്തിലുള്ള ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കാണേണ്ട ഒരു സാധനമാണ്. ചില സമയത്ത് ഞാൻ അതും ആസ്വദിക്കുന്നുണ്ട്. അതായത് അതിലെ എല്ലാത്തിലെയും കഥ എന്ന് പറയുന്നത്, ഒന്ന് വലിയൊരു സമ്പന്നൻ, അയാൾ ചിലപ്പോൾ ഒരു ഹോട്ടൽ വെയിറ്ററൊക്കെ ആയിട്ടുള്ളതായിരിക്കും. അവിടെ അയാളുടെ ഫാമിലിയൊക്കെ ഉണ്ടാവും. അവിടെ നിന്ന് പെട്ടെന്ന് ജീവിതത്തിൻ്റെ അവസ്ഥയൊക്കെ മാറുന്നതൊക്കെയുള്ള അമ്മാതിരി സമ്പന്നരുടെ കഥയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, അംബാനിയെ മറ്റും ഇവിടെ നഗരത്തിൽ ട്രാക്ടർ ഓടിച്ച് ജോലി ചെയ്ത കാലം ഓർത്തെടുത്ത ബീന കണ്ണൻ്റെ ഒരു പരാമർശം വലിയ ചർച്ചയായാലും. അമ്മാതിരി ഒരു സമ്പന്നൻ്റെ കഥ തന്നെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അത് ആ മട്ടിൽ ആസ്വദിക്കുകയാണെങ്കിൽ ഓക്കെയാണ്. പിന്നെ അതിൽ നമുക്ക് കുറച്ചും കൂടിയും സ്വാഭാവികമായി ആസ്വദിക്കാവുന്ന വൈകാരികത, കുടുംബം, സെൻറ്റിമെൻറ്റ്സ്, ബന്ധങ്ങളുടെ ദൃഢത ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഇനി അതിലെ അഭിനേതാക്കളുടെ കാര്യമാണ്. ഒരു 2-3 പേരെ, സൂര്യയുടെ കാര്യം നമ്മൾ പറഞ്ഞു. രാധിക ശരത് കുമാറാണ് അമ്മയായിട്ട് വരുന്നത്. സൂര്യയുടെ അമ്മയായിട്ട് വരുന്ന രാധിക, അവർ പഴയ കാലത്ത് വലിയ താരമായിരുന്നു. എന്നാൽ അവർ പിന്നീട് തിരിച്ചു വന്ന് അമ്മ കഥാപാത്രങ്ങളൊക്കെ ഒരുപാട് ചെയ്ത് നമ്മൾ മലയാളത്തിലും കണ്ടിട്ടുണ്ട്. അവരുടെ ഒരു നല്ല പെർഫോമൻസ് ഇതിനകത്ത്, ഉടനീളമുള്ളൊരു കഥാപാത്രവും നല്ല നിമിഷങ്ങളും ഒക്കെയുള്ള ഒരു പെർഫോമൻസ് അതിനകത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. മമിതയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. നമ്മൾ ജനനായകൻ കണ്ട് വീഡിയോ ചെയ്യുന്ന ഘട്ടത്തിൽ വിശദമായി സംസാരിച്ചാണ്. തമിഴിൽ പോയിട്ട് മമിത കൈപ്പിടിയിലാക്കിയ ആ ഉയരമുണ്ട്, അത് ചില്ലറ കാര്യമല്ല എന്നുള്ളതാണ്. മമിത നമുക്കറിയാം, മലയാളത്തിൽ നിന്ന് ചെറിയ റോളുകൾ ചെയ്ത് വലിയ നിരയിലെത്തിയ നായികയാണ്. പക്ഷേ ഇവിടുന്ന് വേറൊരു തലത്തിലേക്കാണ് തമിഴിലൊക്കെ പോയിട്ട് അവരെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ജനനായകൻ വിജയ്ക്കൊപ്പം, വിജയുടെ ലാസ്റ്റ് സിനിമ എന്ന് പറയുന്ന സിനിമയിൽ ഒരു കഥാപാത്രം വലിയ സാധ്യതകൾ ഉള്ള ആക്ഷൻ ഹീറോ ഒക്കെ ആയിട്ട്, പിന്നെ ആക്ഷൻ ഹീറോയ്ക്ക് ഒപ്പം ആക്ഷൻ ഹീറോയിനായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു സാധ്യത, മകളാണെങ്കിൽ പോലും അതിൽ സിനിമയിലെ ഒരു ലീഡ് റോൾ എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു സാധ്യത അവർ ഉപയോഗിച്ചു. ഇതിൽ കാണുമ്പോൾ നമുക്കറിയാം മമിത എങ്ങനെയാണ് ആ സിനിമ പെർഫോം ചെയ്യുന്നത്. ചില പഴയ പ്രിയദർശൻ സിനിമകളുണ്ട്. ഇപ്പോൾ ബോയിങ് മുതൽ കാക്കക്കുയിൽ വരെ കാണുമ്പോൾ നമുക്കറിയാം മോഹൻലാൽ ഉണ്ടാവും, മുകേഷ് ഉണ്ടാവും.
മോഹൻലാലായിരിക്കും മെയിൻ റോള്. പക്ഷേ സിനിമ കണ്ട് നമ്മൾ കഴിയുമ്പം മുകേഷാണ് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചു പറ്റിയിട്ടുണ്ടാവുക. അമ്മാതിരി പെർഫോമൻസ് ആയിരിക്കും. ഈ സിനിമയിൽ സൂര്യയാണ് നായകനെങ്കിലും സിനിമയെ മുഴുവൻ നിയന്ത്രിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും മമിതയുടെ പെർഫോമൻസ് ആണ്. ഒരു സാധാരണ കഥാപാത്രത്തിനപ്പുറത്ത് അവരുടേതായ സംഭാവന ആ കഥാപാത്രത്തിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മുമ്പ് കിൽക്കോ ഒക്കെ ചെയ്യുമ്പം രേവതിക്ക് കിട്ടിയൊരു സ്വീകാര്യത ഉണ്ട്. കിൽക്കം പിന്നീട് പല ഘട്ടങ്ങളിൽ ചർച്ചയിൽ വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, രേവതിക്ക് പകരം ആരുമില്ല എന്ന്. അതിന് ശേഷം കിൽക്കത്തിൻ്റെ 2ാം ഭാഗത്തിൽ അതേപോലെ ഒരു കഥാപാത്രമാക്കാൻ വേണ്ടിയിട്ട് കാവ്യമാധവനെ അവതരിപ്പിച്ചിട്ട് പരാജയപ്പെട്ട കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞ കിൽക്കത്തിൻ്റെ റീമേക്കിൻ്റെ കാര്യമല്ല, അതുപോലെ ഒരു സ്പേസിലേക്ക് വെക്കാൻ പറ്റിയ ഒരാളായി മമിത ഈ സിനിമയിൽ അർമാദിക്കുകയാണ്. ഒരുപക്ഷെ തമിഴ് സിനിമയിൽ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേറൊരാളെ വിളിക്കുമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പം മമിതയെ പോലെ ഒരാളെ അവതരിപ്പിക്കുമ്പം അതിന് കൊടുക്കുന്നൊരു ഒരു സ്വീകാര്യത അത് ഭീകരമാണ്. അതായത് അവർക്ക് കിട്ടുന്നൊരു ഇൻട്രോ ഉണ്ട് ഈ സിനിമയിൽ. അവരെ അവതരിപ്പിക്കുന്നൊരു സീനുണ്ട്. ശരിക്കും ഒരു ഹീറോ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിന് വലിയ സൂര്യയും വിജയും ഒക്കെ വരുന്നത് പോലത്തെ അമ്മാതിരി ഒരു അവതരണമാണ് അവരുടെ ഫസ്റ്റ് ഇൻട്രോ സീൻ. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ അങ്ങ് അവതരിപ്പിക്കുകയാണ്. പിന്നെ അങ്ങ് അർമാദിക്കുകയാണ്. സിനിമയുടെ അവസാനം വരെ അവരുടെ ബിഹേവിയർ, അവരുടെ പെർഫോമൻസ് ഒക്കെയാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സൂര്യ ഈ പറഞ്ഞ പോലെ തുടക്കം മുതൽ ചിരിക്കാനൊന്നും താല്പര്യമില്ലാത്ത ഒരാളെ അവസാനം ചിരിപ്പിക്കുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ട്. അങ്ങനെ ലൈറ്റായിട്ടുള്ള മൊമെൻറ്റ്സിലേക്ക് അയാളെ കൊണ്ടുവരുന്നതും അതിനനുസരിച്ച് അയാളെ പ്രതികരിപ്പിക്കുന്നതൊക്കെ ഒരു അവസ്ഥ. ഈ 3 പേര് കൂടാതെ നിരവധി പേരുണ്ട്. ഇത് മമിതയുടെ കാര്യം പ്രത്യേകമായിട്ട് മലയാളി എന്നുള്ള ആൾക്ക് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ്. അവർ ഇനിയും ഗംഭീര കഥാപാത്രങ്ങളോട് മുന്നോട്ട് പോകും എന്നുള്ള പ്രഖ്യാപനം കൂടിയായി ഈ സിനിമ മാറുന്നുണ്ട്. ഇത് ആത്യന്തികമായിട്ട് ഈ സിനിമ ഒരു ലൈറ്റായിട്ട് നമുക്ക് കണ്ട് ഒരു വമ്പൻ അനുഭവം ഒന്നും ആയിരിക്കില്ല. ഒരുപാട് ക്ലീഷകളും നേരത്തെ പറഞ്ഞില്ലേ, കുക്കു ടി വിയിലെ സീനുകളൊക്കെ ഒരുപാടുണ്ട്. ആ മട്ടിൽ നമ്മൾ ആസ്വദിക്കാൻ തയ്യാറായി പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനപ്പുറത്ത് ഈ അച്ഛൻ മകൻ, അമ്മ മകൻ, ഭാര്യ ഭർത്താവ്, മകൻ എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു കുടുംബത്തിൽ, അത് ഏത് മട്ടിൽ വരണം, ഇത്തരം സെൻറ്റിമെൻറ്റ്സിനെ ഭയങ്കര രസമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ സിനിമ എന്നുള്ള സീരിയലിൽ നിന്നൊക്കെ അഡോപ്റ്റ് ചെയ്ത പോലത്തെ സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ സിനിമയെ മൊത്തത്തിൽ നമ്മൾ ഒരു ലൈറ്റായിട്ട് ആസ്വദിക്കുമ്പോൾ ഗുണകരമായി മാറ്റാൻ വെങ്കി അറ്റ്ലൂരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ തിരക്കഥയും കൂടിയാണ്. അദ്ദേഹം ഈ സിനിമ തമിഴ് കൾച്ചറിൽ മാത്രമല്ല, അല്ലെങ്കിൽ മലയാളം കൾച്ചറോ അങ്ങനെ പ്രത്യേകമായി വേർതിരിക്കുന്നതിനപ്പുറത്ത് ഒരു നിലവിൽ വരാറുള്ള ലക്കി ഭാസ്കറൊക്കെ വരുന്ന പോലെ തന്നെ ഒരു പാൻ ഇന്ത്യൻ ലെവൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ലെവൽ തന്നെ ഒരു തെലുങ്ക് മോഡലിൽ അങ്ങ് അവതരിപ്പിക്കുന്നുണ്ട്. തമിഴാണ് ബേസ് എങ്കിൽ പോലും. ദശരഥം എന്ന് പറഞ്ഞ മലയാള സിനിമയുണ്ട്. ഈ സറോഗേറ്റ് മദർ എന്ന കൺസെപ്റ്റ് പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. വാടക ഗർഭപാത്രം. ദശരഥത്തിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച ആ കഥ ഒരുപക്ഷെ അന്നത് പൊളിഞ്ഞ സിനിമയായിരിക്കും. ലോഹിദാസും സിബി മലയിലും മോഹൻലാലും ഒക്കെയുള്ള കഥാപാത്രം. ദശരഥത്തിൽ അത് വിപുലമായി ചർച്ച ചെയ്യുന്നത്. ദശരഥ ഒരു സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്ത ആ വിഷയത്തെ അപ്രോച്ച് ചെയ്തൊരു സിനിമയാണ്. നമ്മളെ കരയിപ്പിക്കുന്ന സിനിമയാണ്. നമ്മൾ ആ കുട്ടിയെ അവിടെ പ്രതിസന്ധി ഘട്ടത്തിൽ കൊടുത്തിട്ട് പോവാണല്ലോ. അതിന് ശേഷം എന്താ നടന്നിട്ടുണ്ടാവുക, ഇങ്ങനെ ഒരു ചിന്തയായിരിക്കാം ഈ സിനിമയിലേക്ക് ഇവരെത്തിച്ചത്. അവർ ദശരഥം കണ്ടു എന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു പോയിന്റിന് ശേഷം, ഈ കുട്ടി ഉണ്ടായതിന് ശേഷമുള്ള ആ ഒരു ആദ്യ മാസങ്ങളിലെ ആ പ്രതിസന്ധിക്ക് ശേഷം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ദശരഥ അവിടെ അവസാനിക്കുകയാണല്ലോ. അതിൽ നമുക്കറിയാം കഥാപാത്രം കല്യാണമൊന്നും കഴിക്കാതെ കുട്ടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇവിടെയും സൂര്യ അങ്ങനെ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു അവസ്ഥ കഴിഞ്ഞിട്ട് ദശരഥം കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും നടക്കുക എന്നുള്ളത് സൂക്ഷ്മ വിശകലനത്തിൽ വെങ്കി അറ്റ്ലൂരി പലവിധ നിഗമനങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതിൽ ഒരുപക്ഷെ നമ്മൾ ആ ഒരു യഥാർത്ഥ വിഷയത്തിൽ നിന്നും തെന്നിമാറി മറ്റൊരു അവസ്ഥ അവതരിപ്പിക്കുന്നും ഉണ്ടാകാം ഇവിടെ. അതിനൊക്കെ അപ്പുറത്ത് ആ പ്രശ്നത്തെ പുതിയ കാലത്ത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പിന്നെ അതിലെ പഴയ സദാചാര സങ്കല്പങ്ങളെയൊക്കെ പല രീതിയിൽ സംഘർഷത്തിലാക്കുന്നുണ്ട്. അതൊക്കെ ആ മട്ടിൽ പോകുന്നുണ്ട്. അങ്ങനെ പുതിയ കാലത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചയ്ക്ക് കൂടി വെങ്കി അറ്റ്ലൂരി അവസരമൊരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ദശരഥത്തെ ഈ സമയത്ത് ഓർമ്മിക്കേണ്ട ഒരിതുണ്ട്. അത് സ്പോയിലറൊന്നുമല്ല, സിനിമ കാണുന്ന ആദ്യ നിമിഷങ്ങളിൽ തന്നെ അത് മനസ്സിലാവും എന്താണ് പറയാൻ പോകുന്നത്. പക്ഷേ അതിന് ശേഷമുള്ളത് ദശരഥത്തിന് ശേഷമാണ്. അത് നമുക്കറിയില്ല. അത് സിനിമയിൽ പറയാൻ ശ്രമിക്കുന്ന കഥയാണ്. അതിലേക്കാണ് വെങ്കി അറ്റ്ലൂരി പോയത്. എന്തായാലും ഒരു ശരാശരി എൻ്റർടൈനർ ഈ സീരിയലിൻ്റെയും മറ്റ് ബുദ്ധിമുട്ടുകൾ ഒക്കെ പലപ്പോഴും തോന്നാമെങ്കിലും അതിനൊക്കെ അനുസരിച്ച് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവർക്കും രസിച്ചിരുന്ന് കാണാൻ പറ്റുന്ന തരത്തിലേക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അനുഭവം. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.